ഏവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സുസ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും പരിചയമുള്ള മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറയുകയാണ്. മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസായ കഴിവ് തെളിയിച്ച കുറച്ച് ഇപ്പോൾ മലയാള സിനിമയിൽ റിവ്യൂ പറയുന്ന, മലയാള സിനിമ എന്ന് മാത്രമല്ല വേൾഡിൽ ഏത് സിനിമയെ പറ്റിയും റിവ്യൂ പറയാൻ മാത്രം എക്സ്പീരിയൻസ്ഡായ കുറച്ച് മഹത് വ്യക്തിത്വങ്ങളെ നമുക്ക് മലയാളത്തിന് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. മലയാളം യൂട്യൂബ് ചാനലിൽ നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ പറ്റി രണ്ട് വാക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് എന്നോട് തന്നെ ഞാൻ ചെയ്യുന്നൊരു തെറ്റായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഞാനിത് പറയാൻ വന്നിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, രണ്ട് മഹത് വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് ഒരുപാടാണ്. അവരുടെ മുഖഭാവത്തിൽ തന്നെ കാണാം. അവരോട് ചിരിച്ചുകൊണ്ട് എല്ലാത്തിനും അവർക്ക് പരിഹാസ രൂപത്തിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഈ അടുത്തിറങ്ങിയ പുഷ്പ എന്ന സിനിമയെ പറ്റി പുഷ്പിണി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. അവർ പറയുന്ന രീതി, അവരത്ര എക്സ്പീരിയൻസായി എല്ലാ കാര്യങ്ങളും അറിയുന്നവർക്ക് അതിനെ പരിഹസിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. പല സിനിമകൾക്കും അവർ പറയുന്നത് ഈ പരിഹാസമാണ് അവരുടെ മെയിൻ. അപ്പം അവർക്ക് അതിന് മാത്രമുള്ള കഴിവും എക്സ്പീരിയൻസും ടാലൻറ്റും പല കാര്യങ്ങൾ തെളിയിച്ചത് കൊണ്ട് തന്നെ അവർക്കത് പറയുന്നതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കേട്ടിരിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ആ കിഴുക്കി ഇത്രയും നല്ല റിവ്യൂ പറയുന്ന, പരിഹാസ രൂപേണ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന കിഴക്കൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. പിന്നെ നമ്മളെ ശശാങ്കനുണ്ട്. ശശാങ്കനെ പറ്റി പറയുകയാണെങ്കിലും, ശശാങ്കൻ ഈ പുതിയൊരു പുഷ്പ എന്നുള്ള പടം ഇറങ്ങിയ സമയത്ത് ചോദിക്കുന്നത്, സുകുമാർ എന്തിന് തങ്ങൾ ഈ പടം ചെയ്തു എന്നാണ്. അപ്പം നിർബന്ധമായും സുകുമാർ ഒരേ വേവ് ലെങ്ത്തിലും ഒരേ നിലവാരത്തിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് ശശാങ്കും ഈ സുകുമാർ. അപ്പോൾ സുകുമാർ എന്തായാലും ഇത് കേട്ട ഉടനെ തന്നെ ശശാങ്കിൻ്റെ അടുത്ത് പോയിട്ട് പറയും, തെറ്റ് പറ്റിപ്പോയി ചേട്ടാ, തെറ്റ് പറ്റിപ്പോയി. ഞാനൊരിക്കലും താങ്കളോട് ചോദിച്ചിട്ടൊരു പടം ചെയ്യേണ്ടിയിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരബദ്ധം പറ്റില്ലായിരുന്നു. ഇപ്പം എല്ലാ റെക്കോർഡുകളും കടത്തി വെട്ടി മുന്നോട്ട് പോകുന്ന പുഷ്പ 2 എന്ന പടം എന്തിനു ചെയ്തു എന്നാണ് ഈ ശശാങ്കൻ ചോദിച്ചത്. ശശാങ്കൻ്റെ അറിവ് കൊണ്ടാണ് അവരതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ അറിവിനെ നമ്മൾ ബഹുമാനിക്കണം. പിന്നെ ഉള്ളത് കാറിൽ വ്ളോഗ് ചെയ്യുന്ന ശശാങ്കൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ശശാങ്കൻ അത് കറക്റ്റ്, അതായത് ഗ്രാവിറ്റിയെ പറ്റിയുള്ളൊരു കണക്കെടുപ്പ് അതിൽ പുഷ്പ 2-ൽ ശശാങ്കൻ നടത്തിയിരിക്കുന്നുണ്ട്. അപ്പം ഇനിയുള്ള പടങ്ങൾ, അദ്ദേഹം ഹിറ്റാന്ന് പറഞ്ഞ പല പടങ്ങളിലും ഗ്രാവിറ്റി ചെക്ക് ചെയ്തത് ഈ ശശാങ്കനാണ്. അപ്പം ശശാങ്കൻ പറയുന്നതിൽ 100% നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന് ആ കഴിവുണ്ട്, അത് പറയാൻ അദ്ദേഹം പൂർണ്ണമായിട്ടും അർഹനാണ്. പിന്നുള്ളത് കാറ് വ്ളോഗ് ചെയ്യുന്ന ഒരാളുണ്ട്. കാറ് വ്ളോഗ് ചെയ്യുന്ന അത് പിന്നെ ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് കാണാനുള്ളൊരു അയാളുടെ അറിവ് ഞാൻ സ്റ്റാർട്ടിങ് തന്നെ മനസ്സിലാക്കി. കാറിലിരുന്നുള്ള രണ്ട് ചിരിയും പിന്നെ കൂടുള്ളവനെ നോക്കിയുള്ള ഒരു വർത്താനമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് അതിനുള്ള അറിവ് ഫുൾ കാണേണ്ട ആവശ്യമില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പ്രേക്ഷകരെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും അറിവുള്ള ആൾക്കാർ റിവ്യൂ കാണുന്നതിന് മുന്നേ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് പടം കാണണം. പടം കണ്ടിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലേ പടത്തിനെ പറ്റി. ആ ഐഡിയ വെച്ച് നമ്മൾ പടത്തിനെ വിലയിരുത്തണം. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പടം നമുക്ക് കാണാൻ പറ്റില്ല. ഇത്രയും മഹത് വ്യക്തിത്വങ്ങൾ പലരും പല അഭിപ്രായങ്ങളാണ് പറയുക. ഇപ്പോൾ ശശാങ്കൻ പറയും ഗ്രാവിറ്റി ഇല്ല, അപ്പം അവിടെ കോക്ക് പറയും അടിപൊളി ഫൈറ്റ്, ഇവിടെ കീട്ടിയും പറയും ഇത് കായും കാലും കെട്ടിയുള്ള ഫൈറ്റ് ഉണ്ട്, ആ ഫൈറ്റ് ഇവിടെ മറ്റേയാൾക്ക് ഇഷ്ടമായിരിക്കും. അപ്പം പല അഭിപ്രായം. ഇപ്പം ഫഹദിൻ്റെ അഭിനയം മോശമാണെന്ന് ഇവിടെ കോക്ക് പറയുമ്പോൾ അവിടെ മൺസൂൺ വേണ്ടി പറയും ഫഹദ് അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഈ പല അഭിപ്രായം പറയുന്ന ആൾക്കാരുടെ വാക്കൊന്നും കേൾക്കാണ്ട് നമ്മൾ സിനിമ കണ്ട് നമ്മളേതായിട്ടൊരു തീരുമാനം ഈ ഓരോ ഫിലിമിന്, നമ്മൾ ഈ സിനിമയ്ക്ക് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സ്വന്തമായിട്ടുള്ള തീരുമാനം എടുത്ത് പറയണമെന്ന് മലയാളി പ്രേക്ഷകരോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഫഹദ് സ്ക്രീനിൽ വരുന്ന സമയത്തൊക്കെ ഒന്ന് ലൈവായ സാഹചര്യം കൂടെയായിരുന്നു. അതിൽ തന്നെ ഈ ആംഗ്യഭാഷ കൊണ്ട് രണ്ടുപേരും സംസാരിക്കുന്ന സിനിമയിൽ നന്നായി തന്നെ എൻജോയ് ചെയ്ത ഒരു സീനാണ്. എന്തൊക്കെയാണ് കാണിക്കുന്നത്? പുഷ്പൻ കളി ഇങ്ങനെ പൂവിരിക്കുന്നത് കാണിക്കുന്നത്. ഫഹദിൻ്റെ ഒരു എന്തൊക്കെ ആക്ഷൻ, അതായത് ബ്ലാക്ക് ഹ്യൂമറൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എന്ത് കോമഡി തരാം അറിയാം. ബാക്കി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ത് സംഭവിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെ ഫഹദിൻ്റെ കാര്യം എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. പുഷ്പിണി 3 അതിന് വേണ്ടിയിട്ടാണ്. ഇനി പിന്നെ മാത്രല്ല പാർട്ട് 2 വേറെ പ്രശ്നമുണ്ട്. എന്താണിത്? സത്യമായിട്ടും നമ്മൾ പുഷ്പയിൽ കണ്ട പുഷ്പരാജിനെ അല്ല ഈ ഇതിൽ കാണുന്നത്. പക്ഷേ പുഷ്പയ്ക്ക് ഒരു മാറ്റമില്ല.
അങ്ങ് കറക്റ്റ് ആ പോലീസ് സ്റ്റേഷൻ സീനിൽ അത് കുറച്ച് ലെങ്തിയുള്ള സീനാണ്, ഗംഭീരമായിട്ട്. പിന്നെ അല്ലുവിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, എസ്പെഷ്യലി ഭയങ്കര റോ ആണല്ലോ അതിനകത്ത്, അത്ര റോ ആണ്. താടിയെ കഴിഞ്ഞാൽ ഒരു 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 കുളിക്കാത്ത പോലെയല്ലേ കാണാൻ തന്നെ, അതായത് ഏകദേശം ഇതുപോലെ ഈ ലുക്ക് ഇങ്ങനെ തന്നെ. അപ്പോൾ ഇതിൽ പുള്ളി ഇങ്ങനെ വന്ന് ഇരിക്കുന്ന സമയത്ത് എന്ത് റോ ആണെന്നറിയാം, ഭയങ്കര സെക്സി ആയിട്ടുള്ള ലുക്കാണ് പുള്ളി. പുഷ്പ കണ്ടവർക്കറിയാം. പിന്നെ അതിൻ്റെ കൂടെ ഹാൻഡ്സും കൂടെ വെക്കുന്ന സമയത്ത് കാണുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ, അതായത് ഹാൻഡ്സും വെച്ചിട്ട് പുള്ളി നല്ലൊരു ഇരുത്താം, താഴത്തില്ലടോ പുള്ളി ഇരുന്നാൽ ഇരുത്താം, ഒരു ലെവലാ പുള്ളി നമ്മുടെ പുഷ്പ. അങ്ങനെ പുഷ്പയുടെ പരിപാടികൾ. പിന്നെ പുഷ്പയുടെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ, അപാരമായിട്ടുള്ള മെയിലി കൊള്ളാണ്. എണ്ണയൊക്കെ തേച്ച് നമ്മുടെ ശ്രീലീല വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ ഫീലിങ്സ് വരുന്നേ ഇല്ല നമുക്ക്, കിസിക്ക് ഒരു രക്ഷയില്ലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് കിസിക്കിന് ഡാൻസ് കളിക്കാൻ വേണ്ടി ഭാര്യ പ്രൊമോട്ട് ചെയ്ത് വിടുന്നു. നല്ല ഫീലിങ്സ് പോലെ തന്നെ കിസ്ക് സോങ്ങും നല്ല കിടുവായിരുന്നു, കാണാനും ഭയങ്കര അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. പിന്നെ ശ്രീലീലയുടെ ഒക്കെ പെർഫോമൻസ് ലെവലും അവരുടെ പിന്നെന്താ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഗ്ലാമറും പരിപാടിയൊക്കെ അറിയാലോ. പിന്നെ അല്ലു ഭയങ്കര എക്സെൻട്രിക് ആണ്. അപ്പം ഇതിൽ കുറച്ചെങ്കിലും റിവ്യൂ പറയാൻ അർഹനായിട്ടുള്ളൊരു വ്യക്തി, ഒരു പടത്തിൻ്റെ ജോണർ മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ അശ്വന്ത് കോക്ക മാത്രമാണ്. ബാക്കിയുള്ളവർ നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ രാവിലെ തന്നെ പടം കണ്ടിട്ട് ബോധമില്ലാണ്ട് വിളിച്ചറിയുന്ന കുറച്ച് റിവ്യൂ പറയുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.